ഹലോ ഗൈസ്, ഞാൻ വല്യമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല രസമാണ്, ഫുൾ ചെടികളാണ് അവിടെ. ഇത് കണ്ടോ, ഇതാണ് ബ്രൈഡൽ ബൊക്കെ. ശരിക്കും ആ പൂക്കളൊക്കെ ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഒരു ബൊക്കെ മാതിരി ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഇതിനെ ബ്രൈഡൽ ബൊക്കെ എന്നൊക്കെ പറയണത്. അഡീനിയം പ്ലാന്റ്, ഇത് ശരിക്കും നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാൽ പൂക്കൾ കാണാനും നല്ല രസമാണ്. ഒത്തിരി ചെടികളുണ്ട് കേട്ടോ, എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തതാണ്. എല്ലാവിടെയും വലിയ ടെറസിൻ്റെ മേലെയും ശരി, മുറ്റത്തായാലും ശരി, സിറ്റ് ഔട്ടിലായാലും ശരി, എല്ലാവിടെയും ചെടികൾ കൊണ്ട് നിറച്ചിരിക്കുക. ശരിക്കും ചെടികളൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പീസ്ഫുള്ളായിട്ടുള്ള പ്ലേസ് കൂടിയായിരിക്കും നമ്മുടെ ഗാർഡൻ അല്ലേ. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് എത്ര നേരം ചെടികളോട് സംസാരിച്ചാലും മതിയാവില്ലെന്നേ. രാവിലെ എണീക്കുമ്പോൾ ആ പൂക്കളൊക്കെ കണ്ട് എണീക്കാനും, ഉറങ്ങാൻ പോകുമ്പോൾ പൂക്കളോട് ബായും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടക്കാനും ഒക്കെ നല്ല രസമാണ്. ഓരോ ചെടികൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ട്. അതുപോലെ തന്നെ വളർത്താനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ 10 മണി പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമാണെന്നേ. ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് വല്യമ്മയുടെ വീട്ടിൽ. പക്ഷെ ഞാൻ പോകുമ്പോഴൊന്നും പൂത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതെല്ലാം പൂക്കുന്ന സമയത്ത് ഉറപ്പായി ഞാൻ ഇനിയൊരു വീഡിയോ കൂടെ എടുക്കുന്നതായിരിക്കും. വല്യമ്മ ഓടിപ്പോയിട്ട് 2 ചെമ്പരത്തി പൂ പറിച്ചിട്ട് ഇവിടെ കൊണ്ട് വെച്ചതാ. നല്ല ഭംഗിയാണ് കാണാൻ എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഇവിടെ ഗ്യാപ്പ് പോലും ഇല്ല. എല്ലാവിടെയും വല്യമ്മ ചെടി ചട്ടിയായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. ദേ ഈ കാണുന്നതാണ് കദംബം. കല്യാണത്തിൻ്റെ മാലയിലൊക്കെ കാണില്ലേ, ആ പൂവാണത്. പിന്നെ വല്യമ്മയുടെ വീട്ടിൽ ചെമ്പരത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾ കിട്ടില്ല. 15 ടൈപ്പ് ചെമ്പരത്തി പൂക്കളുണ്ട് വല്യമ്മയുടെ വീട്ടിൽ. ഞാൻ പോകുമ്പോൾ കുറേ എണ്ണമൊക്കെ പൂക്കൾ കണ്ടു കേട്ടോ. വല്യമ്മ എപ്പോഴും ഏറ്റവും കൂടുതൽ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെടിയായിരിക്കും. അതുപോലെ തന്നെ വല്യമ്മ നോക്കുകയും ചെയ്യും കേട്ടോ. വല്യമ്മ ഫുഡ് കഴിച്ചില്ലെങ്കിലും അവർക്ക് ഫുഡ് കൊടുക്കാൻ മറക്കില്ല. ദേ ഫ്രണ്ടിലും കഴിഞ്ഞു, സിറ്റ് ഔട്ടിലും കഴിഞ്ഞു, ഇപ്പം ബാക്കിലും വല്യമ്മ ചെടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലക്കി ബാമ്പോ ഒക്കെ നല്ലോണം വലുതായി. ഇത് നമ്മൾ പണ്ടൊക്കെ വേലിയിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെടിയായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം കേട്ടോ. നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ കാണാൻ. വെള്ളയും പച്ചയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറ് എല്ലാം ഉണ്ട് കേട്ടോ വല്യമ്മയുടെ വീട്ടിൽ. ഇത് കടലാസ് പൂവിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് വല്യമ്മയുടെ വീട്ടിൽ. വല്യമ്മ ഇത് മേലെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ട് അവിടെ അല്ലേ. വല്യമ്മ എവിടേക്കും വിരുന്നു കൂടെ പോവാറില്ല. കാരണം ഇത്രയും ചെടികളെയൊക്കെ വിറ്റിട്ട് എങ്ങനെയാണ് വിരുന്ന് പോയിട്ടിരിക്കുക. അതുകൊണ്ട് വല്യമ്മ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. എപ്പോൾ നോക്കിയാലും ചെടികളുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. ശരിക്കും ഇതൊരു പണി തന്നെയാണ്. പക്ഷെ ഇഷ്ടമുള്ളവർ ചെയ്യുമ്പോൾ അതിന് പണിയായി തോന്നില്ലല്ലോ. കണ്ടോ, സിറ്റ് ഔട്ടിലും വല്യമ്മ ചെടികൾ വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമില്ലേ. ഇനി ഇതെല്ലാം പൂത്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പോയിട്ട് വീഡിയോ എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.